യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ സൗകര്യപ്രദമായിരിക്കും. എൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞാട്ട്, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. സ്തോത്രം. ത്യാഗപൂർണമായ ആരാധനയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട്, ഒരു സൗരഭ്യമുണ്ട്. അത് ഏത് വീടിനെയും നിറയ്ക്കുന്നത്. എവരി സാക്രിഫിഷ്യൽ വർഷിപ്പ്, എല്ലാ ത്യാഗപൂർണമായ ആരാധനകളുടെയും പ്രത്യേകത അതൊരിക്കലും ഒരു വ്യക്തിയിൽ ഒതുങ്ങത്തില്ല, അതൊരു സമൂഹത്തിലേക്ക് പരിവർത്തിക്കുന്നതാണ്. ആ വീടിനകത്ത് ഇന്ന് നിറഞ്ഞത് പരാതിയും വഴക്കും പരിമിതികളും അല്ല. ആ വീടിനകത്ത് ഇന്ന് നിറഞ്ഞത് ആരാധനയുടെ സൗരഭ്യമാണ്. നമ്മുടെ വീടുകൾ പരാതികൾ നിറയുന്ന വീടുകളാകരുത്. നമ്മുടെ വീടുകൾ വഴക്കുകൾ നിറയുന്ന വീടുകളാകരുത്. നമ്മുടെ ജീവിതം ആരാധനയുടെ സൗരഭ്യം നിറയുന്ന. ഇന്നെൻ്റെ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനി മുഴങ്ങിയാൽ നാളെ ഞാൻ ആരാധിക്കാൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന അവസരം എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ അവസരമായിട്ട് അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ. നാളത്തിന് വേണ്ടി ഒന്നും വെക്കരുതേ. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ഇന്ന് ശക്തിയോടെ ചെയ്തോണം. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചോണം. ഇന്ന് പൂർണ്ണ മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചോണം. ഒരു ചിന്തകൻ എഴുതിയ ഒരു പുസ്തകം എടുത്ത സമയത്ത് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കിനെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. നമ്മുടെ പകലത്തെ ചിന്തകളും രാത്രിയിലത്തെ സ്വപ്നങ്ങളും കർത്താവിന്റെ വരവായിരിക്കണം. നമ്മുടെ പകലത്തെ ചിന്തകളും സംസാരങ്ങളും രാത്രിയിലത്തെ സ്വപ്നങ്ങളും എന്തായിരിക്കണം? കർത്താവിന്റെ വരവായിരിക്കണം. ലോക സംഭവങ്ങൾ അതുപോലെ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്നും നമ്മുടെ വിളില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെ അവസാനത്തെ ദിവസമായിരുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവദാസൻ ജെയ്സൺ പറഞ്ഞതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. അവൾ ആ വെങ്കൽ ഭരണി പൊട്ടിച്ചു, കർത്താവിന്റെ പാദത്തിൽ പൂശി, തലമുടി കൊണ്ട് കർത്താവിന്റെ പാദം തുടച്ചു. ഒരു ലേഖനം പറയുന്നത് വുമൻസ് ഹെയർ ഈസ് ഹെയർ ഗ്ലോറി. ഒരു സ്ത്രീയുടെ മഹത്വം അവിടെ മുടി. അവളവിടെ മഹത്വം ഉരുങ്ങി വെച്ച് ദൈവത്തെ ആരാധിക്കുക. അല്ലെങ്കിൽ 24 മൂപ്പന്മാർ 4 ജീവികൾ ഒരുപോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ ആരാധിച്ചത് മഹത്വം ഉരുങ്ങി വെച്ചല്ലേ. നമ്മുടെ സകല യോഗ്യതകളും മറക്കേണ്ട സ്ഥലം ആരാധന സ്ഥലം. നമ്മുടെ സകല ബഹുമാനങ്ങളും കീഴടക്കി വെക്കേണ്ട സ്ഥലം ആരാധന സ്ഥലം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. ആ ആരാധന ഒരു സ്മെല്ല് കൊണ്ടുവരിക. അതൊരു ദുർഗന്ധമല്ല, അത് സൗരഭ്യമാണ്. ഇന്ന് പകൽ ഒരു ജെനുവിൻ വർഷിപ്പാണെങ്കിൽ, ഒരു ജെനുവിൻ ക്രിസ്ത്യൻ ആണെങ്കിൽ, ഒരു ജെനുവിൻ ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ നീ നിമിത്തം പകരുന്നത് ദുർഗന്ധമല്ല, നീ നിമിത്തം പകരുന്നത് സൗരഭ്യം. എൻ്റെ ലൈഫ് വഴക്കുണ്ടാക്കി അവസാനിപ്പിക്കാനുള്ളതല്ല, എൻ്റെ ലൈഫ് മല്ല് പിടിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. അല്ലെങ്കിൽ വെറുതെ കിടന്ന് കുസ്തി പിടിച്ചാൽ ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അമ്മയുടെ ഉദരം മുതൽ കുസ്തി പിടിച്ച് ശീലിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ കർത്താവിനോട് കുസ്തി പിടിക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് കുസ്തിയെല്ലാം പിടിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചത്? നിന്റെ പേരെന്താ? നിന്റെ പേരറിയാതെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചോദിക്കുന്നത്? അതും പേര്. സ്ഥിരമായിട്ട് ആ കാണുന്ന ഒരാളോട് എനിക്ക് ദൈവദാസന്മാരോട് ഇപ്പോൾ കർത്തദാസൻ ജെയ്സനോട് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ചോദിക്കേണ്ട കാര്യം. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് അറിയാം. പിന്നെ പത്തനംതിട്ട വെച്ച് പേര് ചോദിച്ചാൽ ഇനി നേരത്തും വെച്ചിട്ട് പേര് ചോദിക്കേണ്ട. ഞാൻ ചോദിച്ചു, കർത്താവ് ഇത്രയ്ക്ക് അറിയത്തില്ല. അന്നേരം കർത്താവിനോട് പറഞ്ഞു എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അവനോട് വീണ്ടും ചോദിക്കാൻ കാര്യം. കുറേ നാൾ മുമ്പ് ഇവൻ്റെ അപ്പനോട് പേര് ചോദിച്ചതാണ്. സ്വന്തം അപ്പനോട് പോലും ഇവൻ പേര് തെറ്റിച്ച് പറഞ്ഞ മോനാ. അവൻ്റെ ഈ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. അത് ദൈവം നോക്കും കേട്ടോ. വല്ലോ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പേര് ദൈവം പാകെ ശരിയാക്കണം. എവിടെയെങ്കിലും ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷ പാസ്സാകണം. പലപ്പോഴും പേര് തെറ്റിയതാ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം. സൗരഭ്യത്തിന് പകരം ദുർഗന്ധം വമിക്കുന്നതിന്റെ കാര്യം പേര് തെറ്റുന്നത് കൊണ്ടാണ് അറിയപ്പെട്ടവരെ. ഈ അന്തരീക്ഷം 96 വാതകങ്ങളുടെ ഒരു സന്തുലനമായി അന്തരീക്ഷം അല്ലേ. ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും എന്ന് വേണ്ട, കാർബൺ ഡൈ ഓക്സൈഡും എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. ഈ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നത് 0.04%. അതുകൊണ്ട് നമുക്ക് തലവേദനയൊന്നും ഇല്ലാത്ത. പക്ഷേ നമുക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ 1-2% ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുനീരും നമ്മുടെ തലയ്ക്കകത്ത് ശക്തമായ വേദന ഉണ്ടാകും. അത് 4-5% ഒക്കെ വന്നാൽ നമ്മുടെ ഹാർട്ട് നമ്മൾ പോലും അറിയാതെ ക്രമാതീതമായിട്ടിരിക്കും. അത് 6 കയറി കഴിഞ്ഞാൽ നമ്മൾ ബോധം കെട്ട് വീഴും. അത് 7 വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ മൂക്കി പഞ്ഞു വെച്ചാൽ മതി. അപ്പം നിറയേണ്ടത് നിറഞ്ഞില്ലേ, അത് കൊണ്ടെത്തിക്കുന്നത് മരണത്തിലേക്കാണ്. ഈ സഭകളിലും വീടുകളിലും നിറയേണ്ടത് എന്താ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ചേർന്ന് പറ, എന്നാ നിറയേണ്ടത്? ആരാധന നിറയണം, സ്തോത്രങ്ങൾ നിറയണം, സ്തുതികൾ നിറയണം. ഈ അന്തരീക്ഷം മുഴുവൻ ദൈവസ്തുതികളോ. ആരും പ്രസംഗം കേട്ടിരിക്കാതിരിക്കരുതേ. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുകയല്ല. ഞങ്ങൾ പ്രസംഗിക്കും പ്രാസംഗികര. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് സഭയ്ക്കകത്ത് ഞാൻ ഒരിക്കലും പ്രസംഗിക്കാറില്ല. സഭയ്ക്കകത്ത് ഞാൻ വചനം പഠിപ്പിക്കാറേ ഉള്ളൂ. പ്രസംഗിക്കുന്നത് സഭയ്ക്കകത്തല്ല. യേശുക്രിസ്തുവിന്റെ അവതാര രഹസ്യം പറയുന്ന ഒരു ഭാഗമുണ്ട് തീമോഥെയോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അല്ലേ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അപ്പൊ എവിടാ പ്രസംഗം നടക്കട്ടെ? ഇതിപ്പോ എൻ്റെ ജാതിപ്പെട്ടവരല്ല ഉള്ളൂ ഇതിനകത്ത് അല്ലേ. നമ്മളെല്ലാം ഒരു ജാതിപ്പെട്ടവരല്ലേ. ഇവിടെ ഞാനിപ്പോൾ ഇത് മൈക്ക് വെച്ച് വെളിയിലോട്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടൊരു സ്വോത്രം പോലും പറയിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വടിവത്ത മലയാളത്തിൽ നന്നായിട്ട് ഞാൻ പ്രസംഗിക്കും. പക്ഷെ സഭയ്ക്കകത്ത് നടക്കേണ്ടത് പ്രസംഗം അല്ല.
2 തീമോഥെയോസിൽ പറയാം, നീയോ ഇന്നവരോട് പഠിച്ചുവെന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തിരിക്കുകയാൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അപ്പം ഇന്ന് പകൽ നമ്മൾ ചിലത് അറിഞ്ഞ് ആരാധിക്കാനാ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നിങ്ങളെ ഉണർത്തുന്നത് എന്തിനാണെന്നറിയാവോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ പാടി സ്തുതിക്കണം. അന്നേരം അന്തരീക്ഷത്തിൽ നിറയും. എന്തോ നിറയും? ദൈവത്തിന്റെ സാന്നിധ്യം നിറയും. നിങ്ങളുടെ വീടുകളകത്ത് നിറയും. ശരിക്കും നമ്മുടെ വീടുകളിൽ കുറയുന്ന ഒരു കാര്യമാണ്. എന്തിന്റെ കുറവ്? സാന്നിധ്യം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലും പുറപ്പാട് 33:14 ഒക്കെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയും പുതിയ നിയമസഭയെല്ലാം കൊതിക്കുന്ന ഒരു കാര്യം സാന്നിധ്യമാണ്. മോശ പറയാ, ആരെല്ലാം എൻ്റെ കൂടെ വന്നാലും അങ്ങനെ സാന്നിധ്യം ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, പോത്തില്ല. ഒടുവിൽ പുള്ളി അങ്ങനെ കിടന്ന് ബലം പിടിച്ചപ്പോൾ കർത്താവ് പറയാ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. എന്താ ഈ സാന്നിധ്യം എന്നുള്ള ഗുണമെന്നറിയോ? എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. ദൈവ സാന്നിധ്യം ഒരാൾ അനുഭവിക്കുന്നത് അറിയുന്നത് ഒച്ചയമ്പകളവും കയ്യടിയും കൊണ്ടൊന്നുമല്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവന്റെ ജീവിതത്തിൽ എന്തോ ഉണ്ട്? ഒരു സ്വസ്ഥതയുണ്ട്. ഇന്ന് പകൽ നിങ്ങൾക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലൊരു സ്വസ്ഥതയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലൊരു സ്വസ്ഥതയുണ്ടോ? ആ സ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. ഈ ചിലർ ഭയങ്കര ആരാധനയൊക്കെ, പക്ഷേ ജീവിതത്തിൽ എന്തോ ഇല്ല, ഒരു സ്വസ്ഥത. സാന്നിധ്യം അനുഭവിക്കാത്ത യാത്രയിൽ ഒരിക്കലും സ്വസ്ഥത വരത്തില്ല. എന്നെല്ലാം വെട്ടിപ്പിടിച്ചാലും ജീവിതത്തിൻ്റെ അസ്വസ്ഥതയുടെ കാരണം ഈ ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിലല്ലേ സ്വസ്ഥതയില്ലാതെ ഇരുന്നു പോയൊരു മനുഷ്യനാണ് യാക്കോബ്. കർത്താവിനെ വിളിക്കുന്ന ഒരു വിളിയൊക്കെ ഉണ്ട്. സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരുന്നു പോയ യാക്കോബിനെ കർത്താവ് വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തിനാണ് ഇരിക്കുന്നത്? നീ എഴുന്നേക്ക്. സ്തോത്രം. അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ ഉൽപ്പത്തി 33-ാം അധ്യായത്തിൽ സ്തോത്രം യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട്. എഴുന്നേറ്റ് ബേഥേലിലേക്ക് പോ. 1-ാം വാക്യം യാക്കോബിനോട്. മലയാളത്തിൽ പറയുന്നത് നീ പുറപ്പെട്ടു ബേഥേലിൽ ചെന്ന് പാർക്കുക. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് അറൈസ് ആൻഡ് ഗോ ടു ബേഥേൽ. എഴുന്നേറ്റ് ബേഥേലിലോട്ട് പോകും. എന്നെ അങ്ങനെ പറയാൻ കാര്യം, ഇനിയിപ്പോൾ എന്നോട് ആരും എഴുന്നേക്കാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്തെടുക്കും ആൻറ്റി? നിൽക്കുക. പക്ഷെ നിങ്ങളോട് എഴുന്നേക്കാൻ പറഞ്ഞ അർത്ഥമുണ്ട്. കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇരിക്കുക. ഈ മനുഷ്യൻ ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് എല്ലാ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ അങ്ങനെ വായിക്കുന്നത്. അറൈസ് ആൻഡ് ഗോ ടു ബേഥേൽ. എഴുന്നേറ്റ് പോകും. ഇരുന്നു പോയി. എന്നാ ഇരുന്ന് പോകാൻ കാര്യം? അതാ ഇരുന്നു പോയൊരു ജീവിതം യാക്കോബിൻ്റെ ജീവിതം. അതും ഈ ഞാൻ മനോരമ പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-35 വർഷമായിട്ടുണ്ട്. ഓർമ്മയിൽ, തെളിഞ്ഞ ഓർമ്മ. അന്ന് മുതൽ സ്ഥിരം വീട്ടിൽ ആ പത്രം വരാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ വായിച്ചിട്ട് പാസ്റ്ററെ മാറ്റമില്ലാത്ത, പത്രത്തിന് ഒത്തിരി മാറ്റം വന്നു, പക്ഷെ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു കാര്യം മനോരമയിലെ സൺഡേ സപ്ലിമെൻറ്റിനകത്ത് അത് ഈ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് മാരേജിന് അപ്രോച്ച് ചെയ്യുന്നവരുടെ ഒരു പരസ്യമുണ്ട്. ഞാൻ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആ പരസ്യം ഇങ്ങനെ, തൻ്റേതല്ലാത്ത കാരണത്താൽ. അതിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇതുപോലൊരു ജീവിതമായിരുന്നു യാക്കോബിൻ്റെ. തൻ്റേതല്ലാത്ത അമ്മയുടെ ഒരു ചെറിയ കുരുട്ട് ബുദ്ധി. ഞാൻ ഈ അമ്മമാരോടൊക്കെ പറയാറുണ്ട്, മക്കളൊക്കെ സ്നേഹിക്കുകയാണ് ഒരേപോലെ സ്നേഹിക്കണം. ഒരാൾക്ക് ഇറച്ചി ഇച്ചിരി കൂടുതലും ഒരുത്തേക്ക് നെയ്മിൻ്റെ വാലും അങ്ങനെയൊന്നും കൊടുക്കല്ലേ, കൊടുക്കുക, അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അമ്മയുടെ ബുദ്ധിയുടെ കൂടുതലും കൊണ്ട് കൊച്ചിന് നഷ്ടപ്പെട്ടത് അവൻ ജനിച്ചു വളർന്ന വീട്. പക്ഷേ വെച്ചാൽ സ്വന്തം വീട് പോയിട്ട് അവൻ ആവേശത്തോടെ അമ്മ പറഞ്ഞു വിട്ട് പോവാം. കാര്യം അമ്മ പറഞ്ഞു വിട്ടത് വേറെ ഇങ്ങോട്ടും അല്ലല്ലോ, അമ്മ വീട്ടിലോട്ടാണ് പറഞ്ഞു വിട്ടു. ഈ അമ്മ വീട്ടിൽ പോകാത്തവരാരും വീട്ടിൽ പോയി. നിങ്ങൾ അതിനകത്തൊന്നും അമ്മ വീട്ടിലൊന്നും പോകാറില്ലേ? നിങ്ങളുടെ ഇരിപ്പ് കൊണ്ടിട്ട് ആരും ഇതുവരെ പോയിട്ടില്ലാത്ത പോലെ ഇരിക്കുന്നു. അമ്മ വീടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 20 വയസ്സോടെ കുറയല്ലേ? ഇല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം. അപ്പോൾ അമ്മ വീട്ടിൽ പോയി. അമ്മ വീട്ടിലൊക്കെ ചെന്ന് അമ്മാച്ചൻ്റെ കൂടെ പാർപ്പായി, പിന്നെ ബന്ധുതയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മാച്ചൻ്റെ തനി സ്വഭാവം മനസ്സിലായി. അപ്പോഴാ പുള്ളി മനസ്സിലായി. വെളുപ്പാങ്കാലം 33-ലുണ്ട് ഉൽപ്പത്തിയിൽ. പുള്ളി എഴുന്നേറ്റ് എല്ലാവർക്കും ചുമ്മനമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോൾ യാക്കോബിന് മനസ്സിലായി, എന്താ ജീവിതത്തിൽ നേടിയതെല്ലാം എന്ത് ചെയ്തു? പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം അവിടെ നിന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഇപ്പം മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യ, അപ്പൻ്റെ വീടും പോയി, അമ്മയുടെ വീടും പോയി. അന്നേരം പുള്ളി ഓർത്തെന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ഇനിയും ഒരാളുടെ ഔദാര്യം വേണ്ട, സ്വന്തമായിട്ട് ഒരെണ്ണം ഒന്ന് മേടിച്ചേക്കാം. അങ്ങനെ പുള്ളി സ്വന്തമായിട്ട് ഒരെണ്ണം മേടിക്കുക കേട്ടോ. അതെവിടെ എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി 33:18. യാക്കോബ് 16-ാമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയം അടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിൻ്റെ അപ്പനായ ഹമോരിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അവിടെ ഒരു യാഗപീഠമൊക്കെ പണിത് അതിന് എലോഹ ഇസ്രയേൽ എന്ന് പേരുമൊക്കെ ഇട്ടു. അപ്പോൾ പുള്ളി അവിടെ സ്വന്തമായിട്ട് അപ്പൻ്റെ വീട് പോയി, അമ്മയുടെ വീട് പോയി, ആരുടെ ഔദാര്യമില്ലാതെ സ്വന്തമായിട്ട് ഒരെണ്ണം മേടിച്ചു. അതിൻ്റെ ഡെഡിക്കേഷനും ഒക്കെ കഴിഞ്ഞേച്ച്
കൊച്ചിനെ നമ്മുടെ അടൂരെ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ചേർത്തു. അവളിങ്ങനെ പൊക്കോണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഇടയിൽ 34 എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വിവരിക്കേണ്ട കാര്യം നിൽക്കാനായിട്ട് പോയ കൂട്ടത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഫ്രണ്ട്സായി അവർ വീട്ടിൽ വരാൻ തുടങ്ങി. പിന്നെ അവരുടെ കൂടെ വീട്ടിൽ പോകാൻ തുടങ്ങി. ലാസ്റ്റ് ഇവരെല്ലാം കൂടെ ഒരു ടൂർ പോയി. അത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങളുടെ പിള്ളേർ ഉൾപ്പെടെ അങ്ങനെ 1000കണക്കിന് കിലോമീറ്റർ നമ്മുടെ വണ്ടിയെ നമ്മുടെ കൂടെ വന്നാലും സ്വന്തം അപ്പൻ്റെ അമ്മയുടെ കൂടെ വരുന്നവർക്ക് ടൂറല്ല. അവർക്കത് ടൂറാകണമെങ്കിൽ എവിടെ നിന്ന് പോകണം? സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പോയാലേ അവർക്ക് എന്താകത്തുള്ളൂ. അവരാരും ഇന്നില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതൽ പറയുന്നില്ല. ആ ടൂർ പോക്ക് എന്ത് ചെയ്തു? ചെന്നൊരു പോക്കായിരുന്നു. ലാസ്റ്റ് അപമാനം, കൊലപാതകം. അതും ഒന്ന് ഓർത്തോണം, വല്ല നാട്ടിലും വന്നു വെച്ച് നാട്ടുകാരുമായിട്ട് വരത്തം വഴക്കുണ്ടാക്കാൻ വന്നു വെച്ച് നാട്ടിലെ 2 പിള്ളേരെ തട്ടിക്കളഞ്ഞ നാട്ടുകാർ വെച്ചേക്ക് പോകും. ഞങ്ങൾക്ക് ഇരുന്നു പോയി. ഇരുന്ന മനുഷ്യനെ ആ ഉൽപ്പത്തി 35:1 ദൈവം വിളിച്ച് ചോദിക്കുക, എടാ എന്തിനാണ് ഇരിക്കുന്നത്? അപ്പൻ്റെ വീട് പോയല്ലേ? അമ്മയുടെ വീട് പോയല്ലേ? സ്വന്തമായിട്ട് അധ്വാനിച്ചതെല്ലാം പോയല്ലേ? ജീവിതത്തിലെ നഷ്ടങ്ങളുടെ നടുവിലല്ലേ നീ ഇപ്പോൾ ഇരിക്കുന്നത്? അങ്ങനെ നീ ഇരിക്കേണ്ട. നീ ഒന്ന് എഴുന്നേക്ക്. ഇന്നേക്ക് 20 വർഷം മുമ്പ് നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി വരുമ്പോൾ ആരും നിൻ്റെ കൂടില്ലാത്ത സമയത്ത് എൻ്റെ ഒരു സാന്നിധ്യം നിന്നെ തൊട്ടതാ. അന്ന് നീ കണ്ട ഒരു വെളിപ്പാടുണ്ട്. അന്ന് നിൻ്റെ ജീവിതത്തെ തിരിച്ച ഇന്ന് ചിലരുടെ ലൈഫ് ടേൺ ചെയ്യാൻ പോവുക. വെറുതെ കൈയടിക്കാൻ ഞാൻ പറയുകയല്ല, വെറുതെ 4 സ്തോത്രം പറയാൻ ഞാൻ പറയുകയല്ല. ഇന്ന് നിന്റെ നീറുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ തൊടാൻ പോവുക. ഈ ആരാധന കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം സ്പർശിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ? എന്തോ ഭയങ്കര ദൈവസാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് പകല് വരെ ഇരുന്നു പോയ ചിലരെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് തൊടാൻ പോവുക. നിന്റെ അപ്പന് നിന്നെ ഉയർത്താൻ പറ്റിയിട്ടില്ല, നിന്റെ അമ്മയ്ക്ക് നിന്നെ ഉയർത്താൻ പറ്റിയിട്ടില്ല, നിന്റെ അമ്മാച്ചന് നിന്നെ ഉയർത്താൻ പറ്റിയിട്ടില്ല, നിന്റെ അധ്വാനത്തിന് നിന്നെ ഉയർത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കൊന്നറിയാം, ദൈവ സാന്നിധ്യം ഒരുത്തനെ തൊട്ടാ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്ക്, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്ക്, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക്. നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വമുള്ള സാന്നിധ്യം നിറയാൻ പോവാ. യെസ്, ആ സാന്നിധ്യം നിങ്ങളുടെ വീടിനകത്ത് നിറഞ്ഞാൽ അതിന്റെ റിസൾട്ടാണ് സ്വസ്ഥത. ഇപ്പം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ശക്തമായിട്ടൊരു വാക്യം കൂടെ പറഞ്ഞേച്ചങ്ങോട്ട് കയറാൻ ദൈവാത്മാവ് പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. യെശയ്യാ 32:18. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്ഥൈര്യമുള്ള വിശ്രാമങ്ങളിലും പാർക്കും. പീസ്, സെക്യൂരിറ്റി ആൻഡ് റെസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണെന്നറിയാമോ? 32:1 പറയുക, ഒരു രാജാവ് നീതിയോടെ വാഴും. 32:1 പ്രഭുക്കന്മാരെ വ്യത്യസ്തരാക്കുന്ന നീതിയോടെ വാഴുന്ന ഒരു രാജാവ്. അതുമാത്രമല്ല, 32:15 പറയുക, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങാൻ പോവുക. എ പീസ്ഫുൾ ഹാബിറ്റുലേഷൻ, സ്വസ്ഥതയുള്ള ഒരു ആവാസ വ്യവസ്ഥ. A peaceful habitation. ഇത് 4ാമത്തെ പകലല്ലേ? ഇന്ന് പകൽ ചില വീടുകൾ തിരിയാൻ പോവുക. ദൈവസാന്നിധ്യം ചില വീടുകളെ തിരിക്കാൻ പോവുക. നിന്റെ അപ്പൻ നോക്കിയിട്ടും, ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുക, നിന്റെ അമ്മ നോക്കിയിട്ടും, നിന്റെ അമ്മാച്ചൻ നോക്കിയിട്ടും, നിന്റെ സഹോദരങ്ങൾ നോക്കിയിട്ടും, നീ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ മാറ്റമില്ലാത്ത ചില അവസ്ഥകൾക്ക് ഇന്ന് പകൽ ഒരു മാറ്റം തരാം. ആത്മാവിനെ ദൈവം പകരും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 38-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ ഒരു വീട്ടിനെ കണ്ടോണ്ട് സകലരും പറഞ്ഞു, ഈ വീട്ടിലെ കൊച്ചു മരിച്ചെന്ന്. പക്ഷെ എല്ലാവരും പറഞ്ഞതുപോലല്ല എൻ്റെ കർത്താവ് പറഞ്ഞത് മരിച്ചിട്ടില്ല. അതെന്ത് ചെയ്യുക? ഉറങ്ങുക. എല്ലാവരും പറയുന്ന അഭിപ്രായത്തിന് ആമേൻ പറയാ വന്നിരിക്കുന്ന ഒരാളല്ല ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്. എല്ലാവരും പറയുന്ന അഭിപ്രായത്തെ അപ്സൈഡ് ഡൗൺ തിരിച്ചേച്ച് ശക്തമായ ദൈവസാന്നിധ്യം ഇവിടെ ചലിക്കുന്നു. ശൂന്യത്തിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന ദൈവം അവിടെ നിന്ന് പകൽ താങ്കളോട് പറയുക. എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായത്തിന് ആമേൻ പറഞ്ഞു പോകുന്നവനല്ല നീ ആരാധിക്കുന്ന കർത്താവ്.
വെറുതെ പറയല്ല കേട്ടോ. യേശു ഒരു വീട്ടിൽ കയറി വന്നാൽ ആ വീട്ടിലേക്ക് ജീവൻ നടന്നു കയറി വരും. ഇന്ന് പകൽ നിന്റെ വീട്ടിലേക്ക് യേശു കയറി വന്നാൽ നിന്റെ വീടിന്റെ സ്വസ്ഥതയുടെ എന്നോട് ശക്തമായി ദൈവാത്മാവ് ഇടപെടുക. പ്രത്യേകിച്ച് തലമുറയുടെ വിഷയത്തിൽ വല്ലാതെ അസ്വസ്ഥത അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ വീട്ടിലോട്ട് എൻ്റെ യേശു നടന്നു കയറി വന്നാൽ അനിത്യം ഒരാളെ സ്പർശിക്കുന്നതിന്റെ റിസൾട്ടാണ് എന്ത്? സ്വസ്ഥത. യെസ്, എനിക്കത് തെളിയിക്കാൻ നൂറുകണക്കിന് വചനത്തിന്റെ തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 27-28 റോമിലേക്കൊക്കെയുള്ള യാത്ര, ആ യാത്ര സ്വസ്ഥതയില്ലാത്തൊരു യാത്രയാണ്. പക്ഷെ ദൈവസാന്നിധ്യം ഒരു സമയത്ത് കയറി പിടിക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയാവോ? ദേശശക്തി കത്തിമാറിയപ്പം. ഇന്ന് പകൽ ചുമ്മാതെ ഏസിക്കകത്തിരിക്കുന്ന അതെ തണുപ്പ് മാറ്റാൻ കത്തുന്ന ഒരു കയ്യടി കൊണ്ടൊന്നും ദേശശക്തി മാറത്തില്ല കേട്ടോ. ദേശശക്തി മാറണമെങ്കിൽ ശരിക്കും വിറക് കത്തണം. ദൈവദാസന്മാരെ, അവിടെ വന്നവർക്കെല്ലാം ഒരു കാര്യം പിടികിട്ടി. ഇവിടെ നിന്ന് തണുപ്പ് മാറ്റാമെന്ന് പൗലോസ് പറയാ. ഞാനിവിടെ വന്നത് തണുപ്പ് മാറ്റാനല്ല. കഴിഞ്ഞ കുറെ നാളായി എൻ്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന, എൻ്റെ സ്വസ്ഥതയ്ക്ക് തടസ്സം നിൽക്കുന്ന, എൻ്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ദേശശക്തിയുണ്ട്. ഇന്ന് പകൽ അത് കത്തണം, 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 കത്തണം. എനിക്കറിയാം അസാധാരണമായ ദൈവസാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ കത്തും. ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ ചിലത് ഈ പകൽ കത്തിമാറും നിന്റെ ശുശ്രൂഷയുടെ സ്വസ്ഥതയ്ക്കെതിരെ. ഞാൻ എൻ്റെ ലൈഫിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാ. സ്വത്രം ശരിക്കും ഞാൻ 11ാമത്തെ വയസ്സിൽ തുടങ്ങിയതായി ശുശ്രൂഷ. ടീച്ചറൊക്കെ നന്നായിട്ട് അറിയാം. മടന്നുള്ള വീട്ടിൽ വന്നിട്ടില്ലേ? എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. സ്വത്രം ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും സ്വസ്ഥത അനുഭവിക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. അലച്ചിലുകൾക്ക് ഒരു 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 കുറവില്ലാത്തൊരു സമയം. പക്ഷെ കർത്താവ് ലൈഫിനെ തൊട്ടപ്പം അഭിഷക്ത ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ഒരു പ്രത്യേക സ്വസ്ഥതയിലേക്ക് ശുശ്രൂഷ തിരിക്കാൻ പോവാ. ഞാൻ അങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. എവരി സാക്രിഫിഷ്യൽ വർഷിപ്പ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മെ അത് സ്വസ്ഥതയിലേക്ക് നയിക്കും. നമുക്കൊരു ഇടയനെ അറിയാം, യഹോവ ഇടയൻ അല്ലേ? എന്താ പ്രത്യേകത? പച്ചയായ പുൽപ്പുറത്ത് സ്വസ്ഥതയുള്ള. ഇന്ന് പകൽ നിന്റെ സ്വസ്ഥതയ്ക്ക് തടസ്സം വെള്ളത്തിലാണ് നിനക്ക് സ്വസ്ഥത. മാനിന് വെള്ളത്തിൽ സ്വസ്ഥത കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാണ്ടി? അതിനൊരു കാരണമുണ്ട്. ഈ മാനിൻ്റെ ദേഹത്ത് ഈ പുല്ലിൻ്റെ പൂടയെല്ലാം ഒരു ചൂരുണ്ട്. ഈ ചൂര് കൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ പിടിക്കാൻ, ഈ ചൂര് മണത്ത് മൃഗങ്ങൾക്ക് മണം പിടിക്കാൻ ഭയങ്കര കഴിവാണ്. അതുങ്ങൾ വന്ന് ഇതിൻ്റെ എവിടെ നിന്നാലും ഇതിനെ ആക്രമിക്കും. പക്ഷേ ഇത് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ മണം കട്ടായി പോകും. അന്നേരം ഇതിൻ്റെ സ്വസ്ഥത എവിടെ കിട്ടുന്നത്? ഉറക്കെ പറ. ഇന്ന് പകൽ നിന്റെ മേലൊരു അഭിഷേകം ചലിച്ച, നിന്റെ മേലൊരു ദൈവസാന്നിധ്യം ചലിച്ച, ഞാൻ ഈ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് ശക്തമായി പറഞ്ഞൊരു കാര്യമായത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ആകയാൽ ദൈവജനത്തിന് ഒരു സ്വസ്ഥതാനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇറ്റ് റിമെയിൻസ്, അത് ശേഷിക്കുന്നു. അതുകൊണ്ട് ദിസ് ഇസ് എ പ്രോമിസ്, ഇതൊരു വാഗ്ദത്തമാണ്. സ്വസ്ഥതയുള്ള ഒരു ശുശ്രൂഷ, സ്വസ്ഥതയുള്ള ഒരു ആരാധന, എ പീസ്ഫുൾ ഹാബിറ്റേഷൻ. ഇന്ന് പകൽ സമാധാനമുള്ള ഒരു ആവാസ വ്യവസ്ഥ ഞാൻ കാണുന്നത് ഇതൊന്നും അല്ല. സ്വസ്ഥതയുള്ള ഒരിടത്ത് നിന്നെ ദൈവം കൊണ്ട് ഉറപ്പിക്കുന്ന ഈ യോഗത്തിന് വേണ്ടി രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ഈ കാര്യം പറയാനാണ് പറഞ്ഞത്. ഞാനത് അതന്നത്തിൽ ഇവിടെ പറയുന്നത്. വന്ന് കയറിയപ്പോൾ AC ഉള്ള കോള്, അടച്ചു കെട്ടിയ മുറി എല്ലാം കഴിഞ്ഞു. വന്നിരുന്നപ്പോൾ പാസ് പറയാം, കാലി ചവിട്ടരുത്, താഴെ ബഹളം ഉണ്ടാകുമെന്ന്. അന്നേരം എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് പറഞ്ഞത് അതാ. ഇന്ന് പകൽ എവിടെ നീ ഇനിയും പോകുന്നത് തലകുത്തി പറഞ്ഞ് ആരാധിക്കാൻ പറ്റുന്നിടത്തോട്ടാണ്. ആ നിലയിലുള്ള ഒരു സ്വസ്ഥത ദൈവത്തിനത് തിരിക്കാൻ ഒത്തിരി നേരം വേണോ? ഷാബാര ഹത്തര. എനിക്ക് കർത്താവിനെ അറിയാം. കർത്താവ് ഒരു പ്രവൃത്തി ഒരാളുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ ദൈവമക്കളെ, ഈ സ്വസ്ഥത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടത് അല്ലേ? സൃഷ്ടിപ്പിന്റെ പാക്കേജിനകത്തുള്ളതാ. എന്ത്? നമ്മൾ കെൽവിനേറ്ററിന്റെ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ അതിന് കവർ തരാനായിട്ട് ആരോടും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. സ്വസ്ഥത 7ാമത്തെ ദിവസം, 7ാമത്തെ ദിവസത്തെ പാക്കേജാ. ഒരു സൃഷ്ടിപ്പ് പൂർണ്ണപ്പെടുന്നത് എന്തിനകത്താ? ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് ക്രിയേഷൻ. സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ പൂർണ്ണത നിൽക്കുന്നത് എവിടാ? എന്നാ വെള്ളപ്പൊക്കം ഉണ്ടായാലും,
നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള നിയോഗം നിൽക്കുന്നത് അരാരാത്തിൽ ഉറയ്ക്കുന്നതിനകത്തല്ലേ? അരാരാത്തിൽ ഉറയ്ക്കാത്തിടത്തോളം കാലം ഈ മിനിസ്ട്രി പൂർണ്ണമാകത്തില്ലല്ലോ. ശബാറ്റിമോസ്, ആ പദത്തിന് 3 അർത്ഥതലങ്ങളാണുള്ളത്. 3 തരം സ്വസ്ഥത ഇസ്രായേലിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് വേണം അത് പഠിക്കാൻ. ഒന്നാമത്തെ സ്വസ്ഥത ആരംഭിക്കുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. അറുക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ രക്തം കാട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേക്കപ്പെടുന്നു. ആ കുഞ്ഞാടിന്റെ രക്തത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾ മുഴുവൻ സംഹാരകന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? രക്ഷ പ്രാപിക്കും. ഇതെന്തിനെ കാണിക്കുക? ഇത് ദൈവമക്കളുടെ രക്ഷാനുഭവത്തെ കാണിക്കുന്നതാണ്. ആ കുഞ്ഞാടിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നു. യോഹന്നാൻ 1:29. ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പക്ഷെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം പറയുക. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിർവൃതനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. 4-3 വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പം ഈ ശവത്തിൻ്റെ സ്വസ്ഥത, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മറവ്, ഇതാർക്കുള്ളതാ? വിശ്വസിക്കുന്നവർക്കുള്ളതാ. കാലാകാലങ്ങളിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ച് ദൈവമക്കളാകുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, പാപാന്തകാരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ത്രൂ ദ ബ്ലഡ് ഓഫ് ദ ലാം, ആ കുഞ്ഞാടിന്റെ രക്തത്താൽ അവിടുന്ന് നമ്മെ വീണ്ടെടുത്ത് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാൻ പറ്റുന്നവർ. കർത്താവ് ഒരു സമൂഹത്തെ വിളിക്കുക. മത്തായി 11:28. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ. കൊലോസ്യർ 1:13 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ എന്ത് ചെയ്തോണം? അപ്പൊ ഈ സ്വസ്ഥത തന്നത് എന്തിനാണെന്നറിയാം? ഈ സ്വസ്ഥത തന്നത് കുത്തിരുന്ന് ഉറങ്ങാനല്ല, നമ്മെ ആക്കി വെച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ്. രക്ഷാനുഭവത്തെ കാണിക്കുന്നത് ആ ശബത്ത് റെസ്റ്റ്. ആ കുഞ്ഞാട് അടക്കപ്പെടുന്നു. രക്തത്തിന്റെ മറവിലിരിക്കുന്നവന് സംഹാരകളിൽ നിന്ന് കിട്ടുന്ന വിടുതൽ. കാലാകാലങ്ങളിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ രക്ഷാനുഭവം പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ എല്ലാവരും സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഇത് കൃപയാൽ അനുഭവിപ്പാൻ നമുക്കെല്ലാം ഭാഗ്യം തന്നു. ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും കർത്താവിന്റെ കൃപയാൽ വേർതിരിക്കപ്പെട്ട് ദൈവമക്കൾ എന്നുള്ള വലിയ പദവി പ്രാപിച്ച് നമ്മുടെ കർത്താവിനെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ആരാധിപ്പാൻ നമ്മെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. നമ്മൾ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഇന്ന് പകൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അപ്പം ഇത് ശബത്തനുഭവം. ഒരു കുഞ്ഞാടർക്കും ആ രക്തത്തിൻ്റെ മറവ്, അത് ഒരു വലിയ വഴിയാണ് അല്ലേ? എങ്ങോട്ടുള്ള വഴി? നിത്യതാ പ്രവേശനത്തിനുള്ള വഴി. പക്ഷെ ഞാൻ ഇന്ന് പകൽ ഇനിയും പറയാൻ പോകുന്ന ദൂതിച്ചിര നിന്ന് പ്രസംഗിക്കേണ്ട കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട ജനം, പെസഹ ആചരിച്ച് പുറപ്പെട്ട ജനം, അവരനുഭവിച്ച 2ാമത്തെ സ്വസ്ഥതയാണ് കനാന്റെ സ്വസ്ഥത. എന്താണ് കനാന്റെ സ്വസ്ഥത? ഇസ്രയേൽസ് കനാൻ റെസ്റ്റ്. എന്താ ഈ കനാൻ റെസ്റ്റിന്റെ പ്രത്യേകത? 4-ാം അധ്യായത്തിൽ തന്നെ 11 മുതൽ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എബ്രായ ലേഖനം 4-ാം അധ്യായം 11. അതുകൊണ്ട് അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ എന്ത് ചെയ്യുക? ഉത്സാഹം. അപ്പൊ കനാന്റെ സ്വസ്ഥത കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉത്സാഹം. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കനാന്റെ സ്വസ്ഥത എന്ന് കേൾക്കുമ്പോഴത്തേന് മൂക്കി പഞ്ഞു വെച്ചു കഴിഞ്ഞുള്ള കാര്യമാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതല്ല ഞാൻ പറയാൻ പോകുന്നത്. കാര്യം പെന്തിക്കോസ്തുകാരുടെ എല്ലാ പാട്ടും ഈ പ്രസംഗമെല്ലാം യോർദാൻ മരണവും കനാൻ സ്വർഗമായിട്ട് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇപ്പോൾ ചത്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു അതല്ല സ്വസ്ഥത. കനാന്റെ സ്വസ്ഥത ഞാൻ ഇച്ചിരി തെളിച്ച് പറയില്ല. അതാ ഇന്ന് എനിക്ക് ഇത് ചുമ്മാതൊന്നും കിട്ടത്തില്ല. അത് ഉത്സാഹിക്കുന്നവന് കിട്ടുന്ന ഒരു സ്വസ്ഥതയാണ്. അത് പിടിച്ചു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയാണ്. സ്തോത്രം. ആവർത്തനം 12:9 ദൈവം ഇസ്രായേലിനോട് പറയുക, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? ഇതുവരെ നിങ്ങൾ കണ്ടതൊന്നുമല്ല നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്ന സ്വസ്ഥത. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു സ്വസ്ഥത ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മേടിക്കേണ്ടതാണ്. അത് പിടിച്ചു മേടിക്കേണ്ടതാണ്. ഇന്ന് പകൽ പിടിച്ചു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. ഈ കനാൻ കേൾക്കുമ്പോഴത്തേനും നമ്മുടെ പാട്ടെല്ലാം വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ യോശുവയുടെ പുസ്തകം ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിന് ഇസ്രായേലിനെ ഗോത്രഭാഗമായി ഭാഗിച്ച് കൊടുത്തു. ഇങ്ങനെ ആ വാക്കൊന്ന് ഉറക്കെ പറഞ്ഞു. ഇങ്ങനെ യുദ്ധം തീർന്നു,
അപ്പോൾ കനാനിൽ എന്തോ ഉണ്ടായിരുന്നു? കനാൻ സ്വർഗ്ഗമല്ലെന്നുള്ളതിൻ്റെ തെളിവായത്. കനാനിൽ എന്തോ ഉണ്ടായിരുന്നു? യുദ്ധം ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ യുദ്ധമുണ്ടോ? പറ. ഏനത്ത് യുദ്ധം ചെയ്ത് ഇനി സ്വർഗത്തിലൂടെ ചെന്ന് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പോകുന്ന സ്വർഗ്ഗം യുദ്ധം ചെയ്യാൻ പോകുന്ന സ്വർഗ്ഗമല്ല, ഞാൻ പോകുന്ന സ്വർഗ്ഗം ആരാധിക്കാൻ പോകുന്ന സ്വർഗ്ഗം. അപ്പോൾ ശരിക്കും അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, യുദ്ധം ചെയ്തു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. ഇന്ന് പകൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും പിടിച്ചു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. ഈ നാലാമത്തെ പകൽ ദൈവ സാന്നിധ്യം നിന്റെ മേലേക്ക് ഇറങ്ങുമ്പോൾ, ദൈവകൃപ നിന്റെ മേലേക്ക് ചലിക്കുമ്പോൾ, ആ അഭിഷേകം നിന്റെ മേലേക്ക് ഇറങ്ങുമ്പോൾ, ദൈവ യോശുവയോട് പറഞ്ഞു, യോശുവേ, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാൻ പോവാ. മോശെ ചെയ്തതുപോലെ അല്ല ഞാൻ നിന്നെ ചെയ്യാൻ പോകുന്നത്. എന്താ നിന്റെ മേൽ ഞാൻ പകരുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത? നിന്റെ ജീവിതകാലത്ത് ഒരുത്തരും എന്ത് ചെയ്യത്തില്ല, നിന്റെ നേരെ ഉറക്കെ പറ, ശബ്ദം ഉയർത്തി പറ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇന്ന് പകൽ നിന്റെ മേലൊരു അഭിഷേകം ചെയ്യാൻ പകരും. നിന്റെ സ്വസ്ഥതയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില ആധിപത്യങ്ങളെ തകർക്കുന്ന ഒരഭിഷേകത്തെ ആ 4 അധ്യായം പറയുന്നത് മുഴുവൻ യുദ്ധം ചെയ്ത് പ്രാപിക്കേണ്ട സ്വസ്ഥതയെക്കുറിച്ചാണ്. എബ്രായർ 4:1 പറയുക, സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഒരു വാഗ്ദത്തം നിനക്കുണ്ട്. എബ്രായർ 4:3 പറയുക, വിശ്വസിക്കുന്നവനാ അത് പ്രാപിക്കുന്നത്. എബ്രായർ 4:7 പറയുക, ഇന്നൊരു ദിവസം ദൈവം അതിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുക. ജൂലൈ മാസം 2-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അനീഷ് തോമസ് പാസ്റ്ററെ കണ്ടച്ചു പോകാനല്ല, ജയ്സൺ കളമാടിനെ കണ്ടച്ചു പോകാനല്ല, നിന്റെ സ്വസ്ഥത പ്രാപിക്കാനായിട്ട് ദൈവം നിനക്ക് 4:8 പറയുക, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. ഇന്ന് പകൽ നിന്റെ മേലൊരു അഭിഷേകത്തെ ദൈവം പകർന്നിട്ടുണ്ട്, നിന്റെ മേലൊരു ദൈവകൃപയെ ദൈവം പകർന്നിട്ടുണ്ട്, നിന്റെ മേലൊരു ദൈവ സാന്നിധ്യമുണ്ട്. കൂട്ടുപിടിച്ച് നീ പിടിച്ചു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. 4:11 പറയാ, ചുമ്മാ അതൊന്നും അത് കിട്ടത്തില്ല, ഉത്സാഹിക്കുന്നവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവകൃപയിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽ കാകളൂതി. എന്തിനു നേരെയാ കാകളൂതിയെ? എന്തിനു നേരെ കാകളൂതിയെ? ഏരികോവിന് നേരെ. ജനവും പുരോഹിതന്മാരും കാകളോ ആർപ്പെല്ലാം നടത്തിയപ്പം മതിൽ തകർത്തതാരാ? ദൈവം തകർത്ത് അല്ലേ? അവരാർത്തു തകർത്തത് ദൈവം. ഈ യോർദാനെ പിളർത്തിയതാരാ? പറ, ദൈവം. അപ്പൊ 2 കാര്യം ദൈവം ചെയ്തു കൊടുത്തു. എന്തൊക്കെ ചെയ്തു കൊടുത്തു? മനുഷ്യൻ കെട്ടിയ മതിലിനെയും തകർത്തു കൊടുത്തു, പ്രകൃതി കെട്ടിയ യോർദാനെയും പിളർത്തി കൊടുത്തു. ഇങ്ങോട്ട് വരണേ അച്ഛാ. മനുഷ്യൻ കെട്ടിയ മതിലിനെയും തകർത്തു കൊടുത്തു, പറ, പ്രകൃതി കെട്ടിയ യോർദാനെയും തകർത്തു കൊടുത്തു. പക്ഷെ ദൈവം യോശുവോട് പറഞ്ഞു, ഇനിയുള്ള കാര്യം നീ വേണേ നേടിയെടുത്തോണം. ഇന്ന് പകൽ എല്ലാ ദിവസവും ദൈവം നിനക്ക് നൂലെ കെട്ടി ഇറക്കത്തില്ല, നീ പിടിച്ചു മേടിക്കേണ്ട ചില സ്വസ്ഥത. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ന് പകൽ ദൈവസഭയ്ക്കകത്ത് ഞാൻ കാണുന്നു. ഇന്നലെ എരികോവിനെ തകർത്ത ദൈവം, ഇന്ന് യോർദാനെ തകർത്ത ദൈവം. ഇന്നും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ഇന്നും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നീ പിടിച്ചു മേടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. എപ്പോഴാ അത് പറഞ്ഞത്? എരികോവ് ദൈവം പറഞ്ഞു, നീ ചെയ്യാവുന്ന ചെയ്തോ, ബാക്കി ഞാൻ ചെയ്തോളാം. യോർദാന് ദൈവം പറഞ്ഞു, നീ ചെയ്യാവുന്ന ചെയ്തോ, ബാക്കി ഞാൻ ചെയ്തോളാം. പക്ഷേ ആവർത്തനം 9:1 യോശുവ ദൈവം വിളിച്ചു പറഞ്ഞു, ഇപ്പം നീ യോർദാനും കിടന്നു, എരികോവും കിടന്നു. പക്ഷെ ഒറ്റ കാര്യം ഓർത്തോണം, ഇനിയും നീ ചെല്ലാൻ പോകുന്നത് അനാക്യൻ എന്ന് പറയുന്ന ഒരു ജാതിയുടെ മുമ്പിലോട്ടാണ്. അവൻ്റെ മുമ്പിൽ നിൽക്കാവുന്നവൻ ആരെന്നൊരു ചൊല്ല് നീ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അവൻ്റെ മുമ്പിൽ ഒരുത്തനും നിന്നിട്ടില്ലേലും ഞാൻ നിന്നെ നിർത്തും. ഞാൻ നിന്നെ നിർത്താൻ പകരുന്നത് നിന്റെ മേലൊരു അഭിഷേകം ഞാൻ പകരും. ആ അഭിഷേകത്തിന്റെ ചില ദേശശക്തികളെ ജയിക്കാൻ ശക്തമായ അഭിഷേകത്തെ ചുമക്കുന്നതിന് ദൈവമക്കൾ പ്രതിപ്പുണ്ട്. ഞാൻ ഇനി പറയുന്നത് നിങ്ങളോട് അതൂത് പറയുന്നത്, ദൈവം നിന്നെ വലിയൊരു നിയോഗം ഏൽപ്പിച്ചത് യോശുവ വരുത്തിയ സ്വസ്ഥത പോലെ നീ അഭിഷേകത്തെ കൂട്ടുപിടിച്ച് സഭയ്ക്കകത്ത് തിരിച്ചു പിടിക്കേണ്ട ഒരു സ്വസ്ഥതയുണ്ട്. നീ അഭിഷേകത്തെ കൂട്ടുപിടിച്ച് നിന്റെ വീടിനകത്ത് 9:1 പഠിക്കുമ്പോൾ അനാക്കിന് 3 പ്രത്യേകതയാണ്. അനാക്കിന്റെ മുമ്പിൽ നിൽക്കാവുന്നവൻ ആരെന്ന ചൊല്ല്. അപ്പം പൂർവ്വകാലം മുതൽ നിൽക്കുന്ന ഒരു ഭയമാണ്, ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, ഇവിടെ താമസിച്ചോളൊന്നും ഗതി പിടിച്ചിട്ടില്ല, ഇവിടെ താമസിച്ചോളൊന്നും സ്വസ്ഥതയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇവിടെ നീ ഉറങ്ങില്ല, പിന്നെ എവിടെ ചെന്ന് നീ പറഞ്ഞു? കർത്താവിൻ്റെ കൃപയാൽ ഒത്തിരി രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, ഒത്തിരി രാജ്യത്ത് പോയിട്ട്. ഞാൻ പോയ രാജ്യങ്ങളിലല്ല സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലം. അടുത്ത ദിവസം ഞാൻ 2 മാസത്തേക്ക് പോകാൻ പോവാം, തിങ്കളാഴ്ച പോവാം. ഇപ്പോഴേ അതോർത്ത് പേടി വരിക, വേറൊന്നും കൊണ്ടല്ല, അലർജി എല്ലാം കൂടെ അമേരിക്ക ചെന്ന്, കാനഡ ചെന്ന തണുപ്പത്ത് മുട്ടു ഇറക്കി, അവിടുന്ന് പിന്നെ ജർമ്മനി ചെന്നാൽ ഇരുട്ട് മാത്രമേ കാണാനുള്ളൂ. ഡിസംബറിലോട്ട് ചെല്ലുള്ളൂ. മര്യാദയ്ക്ക് വെട്ടവും മനുഷ്യനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് പറ്റുന്നില്ല.
ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറയാം, സ്ഥലമല്ല പ്രശ്നം, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിന്നെ നിർത്തത്തില്ലെന്നൊക്കെ പറയുന്ന ആ പൂർവ്വകാല ഭയത്തെ ജയിക്കുന്ന ഒരഭിഷേകത്തിന്റെ അധികാരത്തെ ഞാൻ ചോദിച്ചു, ഈ ഭയത്തെ നീ ജയിക്കാൻ എങ്ങനെ പുറപ്പെടുന്നത്? വാഴും വഴിയും ബോംബും അവൻ പറഞ്ഞില്ല, അതൊന്നും വേണ്ട, എന്നോടൊരു വാഗ്ദത്തമുണ്ട്, മോശയോട് കൂടി ഞാൻ നിന്റെ കൂടി ഇരിക്കും, നിന്റെ ജീവിതകാല പൊരുത്തനും. ഇന്ന് പകൽ ദൈവകൃപയുള്ള ദൈവമക്കൾ അടക്കം പറ, എന്റെ ജീവിതകാല പൊരുത്തനും എന്റെ നേരെ നിൽക്കത്തില്ലെന്ന് എന്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ, എന്റെ മേലുള്ള ദൈവപ്രവൃത്തി, എന്റെ കുടുംബത്തിന്റെ മേലുള്ള ദൈവപ്രവൃത്തി, എന്റെ തലമുറയുടെ മേലുള്ള ദൈവപ്രവൃത്തി, അതിനെതിരെ വെല്ലുവിളിക്കുന്ന ശക്തി ശക്തമായ ദൈവകൃപ ചലിക്കട്ടെ. ഈ അന്തരീക്ഷം മാറുക, ഈ അന്തരീക്ഷം മാറുക, ഈ അന്തരീക്ഷത്തെ ദൈവസാന്നിധ്യത്തെ കയറി പിടിക്കുക. അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ ഇന്ന് പകൽ നിന്റെ മേൽ സംഭവിക്കാൻ പോവുക. എടാ, വാഗ്ദത്തവും അഭിഷേകവും കൂടെ ഒന്നിച്ച് കൂടിയാൽ ഏതെങ്കിലും ശക്തിയാ തകരാത്തത്. സ്വർലോകരുവേ, ഭൂലോകരുവേ, അധോലോകരുവേ. വാഗ്ദത്തത്തെ കൂട്ടുപിടിച്ചിറങ്ങിയ യോശുവ അനാക്കിന്റെ മുമ്പിലേക്ക് ചെല്ലുക. അനാക്കിന് 3 പ്രത്യേകതയുള്ളത്. ആവർത്തനം 9:1 വായിക്കുക. അവന്റെ പട്ടണം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം ഉയർന്ന മതില. എന്താ അവന്റെ പട്ടണത്തിന്റെ പ്രത്യേകത? ഉറക്കെ പറ. ആകാശത്തോളം 32 പട്ടണം മതിലിനകത്ത് ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് അനാക്കിൽ താമസിക്കുന്നത്. ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർപോർട്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾ കാര്യം കാണും, ഈ മതിലിനെക്കാട്ടി പൊക്കത്തിൽ എന്ത് ചെയ്യും? ഈ പട്ടാളക്കാർ നിൽക്കുന്ന തോക്ക് കൊണ്ട് നിൽക്കുന്ന കിളിവാതിലുകളുണ്ട്. അത് തന്നെയായിരുന്നു ഈ അനാക്കിന്റെ ദേശത്തെ മലകൾ. അതുകൊണ്ടാണ് യോശുവ 11:21 ഇങ്ങനെ വായിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. യോശുവ 11:21. ആ കാലത്ത് യോശുവ ചെന്ന് മലനാടായ ദെബീർ, ഹെബ്രോൻ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേൽ മലനാട് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയും അനാക്കിനെ എന്ത് ചെയ്തു? സംഗ്രഹിച്ചു. അവരുടെ പട്ടണങ്ങളെ കൂടെ. അപ്പം ഒന്നാമത് യോശുവ ചെയ്ത കാര്യം, ആദ്യം കയറി ഇവന്റെ മലയുടെ സകല പരിപാടിയും തകർത്തു. മനസ്സിലാകുന്നുണ്ടോ? മലയെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന യുദ്ധങ്ങൾക്കുള്ള സകല സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഉയരത്തെ ഉപയോഗിക്കുന്ന ശക്തി. എഫേസർ 2:2 പറയാ, ആകാശത്തിന്റെ അധികാരത്തിന് അധിപതിയായവൻ. ഇത് പ്രൈസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ. അപ്പൊ അന്തരീക്ഷ മണ്ഡലത്തെ കൂട്ടുപിടിച്ച് പോകുന്ന ചില പോക്കുവരത്ത് ശക്തികളെ ഈ പകൽ നീ അഭിഷേകത്തിൽ അഭിഷേകമുള്ള നീ ഇന്ന് രാത്രി ആധികാരത്തോടെ കൽപ്പിക്കണം. ഞാൻ കലവടയ്ക്കുന്ന ഭൂമിക്കകത്തൂടെ ഒരന്ധകാര ശക്തിക്കും ദൈവസഭയുടെ അധികാരം ചലിക്കട്ടെ, ദൈവസഭയുടെ അഭിഷേകം ചലിക്കട്ടെ. അസാധാരണമായ ദൈവശക്തി ഇന്ന് പകലിവിടെ ചലിക്കും. അന്തരീക്ഷ മണ്ഡലത്തെ കൂട്ടുപിടിച്ച് നിന്റെ വഴികളെ തടയുന്ന അന്ധകാരത്തിന്റെ ആധിപത്യത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തകർക്കാൻ പോവാന്നാ ഞാൻ പറഞ്ഞത്. ഈ അന്തരീക്ഷത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന ശക്തി, അത് എത്ര ഒരാളുടെ വഴികളെ അടയ്ക്കുമെന്ന് ഞാൻ നന്നായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരു കാലം വരെ ഞങ്ങളുടെ ശുശ്രൂഷകൾ ഉയരാതെ ഞങ്ങളുടെ നേരെ പൊരുതി ഒരു ദേശശക്തി ഉണ്ടായിരുന്നു. അവന്റെ ആധിപത്യത്തെ വെട്ടി മാറ്റിയ പിന്നെ ഞങ്ങളുടെ യാത്രകൾ തുറന്നത്. ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുകയാ, അഭിഷേകത്തിന്റെ അധികാരത്തെ ഉപയോഗിച്ചു. യെസ്, ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ദൈവികാധികാരം ചലിക്കുന്നു. ശക്തമായ ദൈവികാധികാരം ചലിക്കുന്നു. നിന്റെ വീടിനകത്തോട്ട് മണ്ണ് വാരി എറിയുന്ന, നിന്റെ തലമുറയുടെ നേരെ കല്ല് വാരി എറിയുന്ന ആ ദുഷ്ടശക്തിയെ ഇന്ന് പകൽ നീ അടയ്ക്ക്. അതിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, അതിന്റെ ആരോഗ്യത്തിനെതിരെ, അതിന്റെ ആയുസ്സിനെതിരെ തകരട്ടെ, തകരട്ടെ.
അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആവിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രചരടിനുമൊക്കെ വലിയ പ്രാധാന്യതയുള്ള എഫെസോസിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുക, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. യേശുവിനെ കല്ലറക്കകത്തുനിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ആ ശക്തി വ്യാപരിച്ച ആകാശ അധികാരങ്ങൾ പകൽ ആകാശ അധികാരങ്ങളെ കീഴടക്കുന്ന ശക്തമേറിയ ഒരു അഭിഷേകം. ആകാശ അധികാരങ്ങളെ കീഴടക്കുന്ന ആകാശ ശക്തികൾക്ക് വെട്ടേക്കട്ടെ. ജീവിതത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാം, ജീവിതത്തിൽ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയാം, ജീവിതത്തിൽ ഒരു ഉയർച്ച അനുഭവിക്കുവാൻ കഴിയാം. ഓ താൻ മക്കളെ അമോന്യർ തിരക്കി അവരുടെ വീടുകളിൽ മലനാട്ടി കയറ്റി നിന്നെ ഒരു മൂല കൊതുക്കി വെച്ച, നിന്റെ കുടുംബത്തെ ഒരു മൂല കൊതുക്കി വെച്ച അന്തരീക്ഷം മാറുക. സാധാരണമായ ദൈവ സാന്നിധ്യത്തിൽ ഇന്ന് പകൽ ചില കോട്ടകൾ തകരുക. നിന്റെ തലമുറയെ ഒരു മൂല കൊതുകിയ, നിന്റെ ജീവിതത്തെ ഒരു മൂല കൊതുകിയ. ഇത് പകൽ ശക്തമേറിയ ദൈവ സാന്നിധ്യം നിന്റെ മേൽ ചലിച്ചിറങ്ങുക. നീയും നിന്റെ കുടുംബവും നിന്റെ തലമുറയും ഒരു മൂല കൊതുങ്ങത്തില്ല, ഒരു മൂല കൊതുങ്ങത്തില്ല. ഒരു ദൈവശക്തി ചലിക്കുക. ഈ ഒന്നാം അധ്യായത്തിൽ ദൈവശക്തിയുടെ വലിപ്പം പറഞ്ഞാ, രണ്ടാം അധ്യായത്തിൽ ആകാശത്തിന്റെ അധികാരം കീഴടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇന്ന് പകൽ ദൈവശക്തിയുടെ മുമ്പിൽ ഏത് ആകാശാധികാരമാണ് കീഴടങ്ങാത്തത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, റജി പാസ്റ്ററിൻ്റെ അടുത്ത സ്നേഹിതനായതുകൊണ്ടാണ് റജി പാസ്റ്റർ വിളിച്ചപ്പോൾ ഞാൻ ഡേറ്റ് കൊടുത്തു. ഡേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടുപോയെന്ന് മനസ്സിലായി. കാര്യം ആകെപ്പാടെ ഇനി 3 ദിവസം കൂടെ പോകാനായിട്ട്. അതുകൊണ്ട് പവർഷനിൽ 100 കാര്യം ചെയ്യാനുണ്ട്. സത്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് രാവിലെ ഒരിച്ചിരി അസ്വസ്ഥമായിട്ട് ഇറങ്ങി വന്നത് തന്നെ. കാര്യം അവിടെ ചെയ്യാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. സ്തോത്രം. പക്ഷേ എനിക്കറിയാം ഇന്ന് പകൽ ദൈവം ഇവിടെ അയച്ചത് ഒരു പ്രത്യേക പദ്ധതി നിറവേറ്റാൻ. ചില കുടുംബങ്ങൾക്കെതിരെ കല്ല് വാരി എറിയുന്ന, ചില കുടുംബങ്ങൾക്കെതിരെ മണ്ണ് വാരി എറിയുന്ന ചില അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ അന്തരീക്ഷ മണ്ഡലം വിശുദ്ധീകരിക്കപ്പെടുക. അന്തരീക്ഷ മണ്ഡലം വിശുദ്ധീകരിക്കപ്പെടുക. ദൈവമക്കൾ എന്ന് പകൽ 2 കര ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം സ്തോത്രം ചെയ്താട്ട് വീടുകളുടെ സ്വസ്ഥതയ്ക്കെതിരെ നിൽക്കുന്ന, വീടുകളുടെ സ്വസ്ഥതയ്ക്കെതിരെ നിൽക്കുന്ന, വീടുകളുടെ സ്വസ്ഥതയ്ക്കെതിരെ നിൽക്കുന്ന സകല ആധിപത്യത്തിന് മേലും ഞങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുക. അപ്പൊ യോശുവയുടെ ഒന്നാമത്തെ സ്ട്രാറ്റജി, യോശുവ മല മുഴുവൻ പിടിച്ചടക്കി. ഹോർമൂസിന്റെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. ഇറാന് കടലിന്റെ തീരത്ത് മലയുണ്ട്. ഏറുവടക്ക് വിട്ടാലും ഭീഷണിയാ അല്ലേ? അപ്പൊ സെക്യൂരിറ്റിക്ക് തടസ്സമായി നിൽക്കുന്ന ചില മലകൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോലും പറഞ്ഞത് പീസ്ഫുൾ ഹാബിറ്റേഷൻ, സ്വസ്ഥതയുള്ള ഒരു ആവാസവ്യവസ്ഥ. നിന്റെ ആവാസവ്യവസ്ഥയുടെ താളം തെറ്റിക്കാൻ നിൽക്കുന്ന ചില അന്ധകാര ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മലമ്പ്രദേശം പിടിച്ചു കഴിഞ്ഞേച്ച് അടുത്തത് എന്താ പിടിച്ചത്? യോശുവ 11:12. യോശുവ 11:12. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെ ഒക്കെയും യോശുവ പിടിച്ചു. വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ. 11:14. ഈ പട്ടണങ്ങളിലെ കൊള്ള ഒക്കെയും കന്നുകാലികളെ ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു. 12:24 തിർസ രാജാവ് 1. ആകെ 31 രാജാക്കന്മാർ. മല പിടിച്ചാൽ അടുത്തത് എന്തോ ചെയ്തെന്നറിയോ? പട്ടണങ്ങളെ പിടിച്ചു. യെസ്, ആകാശാധികാരം അടഞ്ഞാൽ അടുത്തത് എന്തിനെ പിടിക്കാൻ പറ്റും? ഉറക്ക അത് തന്നെ പറ. ഇന്ന് പകൽ പട്ടണം പിടിക്കണമെന്ന് എത്ര പേർക്ക് കൊതിയോ? നീ കൺവെൻഷൻ നടത്താത്തത് കൊണ്ടോ, നീ കാശ് മുടക്കാത്തത് കൊണ്ടോ, നീ ഉപവാസം ഇരിക്കാത്തത് കൊണ്ടോ അല്ല പട്ടണം പിടിക്കപ്പെടാൻ പറ്റാത്തത്. പട്ടണം പിടിക്കാൻ പറ്റാത്തതിന്റെ കാര്യം ആകാശത്തൂടെ പുള്ളി പിന്നെ യാത്ര ചെയ്യുക. എടാ, ആകാശം പൂട്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ സകലതിനെ പുകച്ച് പുറത്ത് ചാടിക്കും. സകലതിനെയും പുറത്ത് ചാടിക്കും. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ അധികാരം സകലതിനെയും പുറത്ത് ചാടിക്കും. പട്ടണത്തിലൊരു ശുശ്രൂഷയുണ്ട്, പട്ടണത്തിലൊരു മാന്യതയുണ്ട്, പട്ടണത്തിലൊരു കൊള്ളയുണ്ട്. ഈ പകൽ ആത്മാവി തിരിച്ചറിയുന്ന എത്ര അഭിഷക്തന്മാർ! നിനക്ക് പട്ടണത്തിലൊരു ശുശ്രൂഷയുണ്ട്. പട്ടണത്തിന്റെ മേലൊരു അധികാരം ദൈവം നിനക്ക് തരും. പട്ടണഭൂതങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. പട്ടണഭൂതങ്ങൾ നിന്റെ മുമ്പിൽ ഇല്ലാതാകും. ഓ ശബ, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം തീ പോലെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ആദ്യം ആകാശം പിടിച്ചു, രണ്ടാമത് പട്ടണം പിടിച്ചു. ഇനി യോശുവ അടുത്തത് എന്തോ ചെയ്തു? 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. യോശുവ 10:20. 10:20 എന്താ വായിക്കുന്നത്? 10:20 20-ാം വാക്യം, 20-ാമത്തെ വാക്യം. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവ ഇസ്രായേൽ മക്കളുവരിൽ ഒരു മഹാ സംഹാരം നടത്തി കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ, മലയാളത്തിൽ പട്ടണങ്ങളിൽ, പക്ഷേ അതിൻ്റെ മൂലപദം ഇംഗ്ലീഷിൽ എന്താ എഴുതിയിരിക്കുന്നത്?
ഉറപ്പുള്ള പട്ടണം എന്ന് പറഞ്ഞാൽ ബംഗറിനകത്ത് മരി കയറി. ഇവിടെ വെട്ടിയപ്പം ചിലവന്മാർ എവിടെ കയറി? ഉറക്കെ പറ. ഇന്ന് പകൽ അടച്ചു കെട്ടിയ ചില ബംഗറുകളുടെ അകത്ത് നിന്ന് ചിലതിനെ പുറത്തിറക്കി. അപ്പം വെറുതെ സ്വസ്ഥത വരുത്താൻ പറ്റത്തില്ല. സ്വസ്ഥത വരണമെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും അധികാരങ്ങൾ ഇന്ന് പകൽ കീഴടങ്ങണം. ഓ, അങ്ങനത്തെ ഒരു ദൈവ സാന്നിധ്യമാ ഇവിടെ ഈ പകൽ ചലിക്കുന്നത്. സ്വർലോകരുടെയും സ്വർലോകരുടെയും ഒറ്റ ആരാധനയാ. അന്തരീക്ഷത്തെ മാറ്റുന്ന ഒറ്റ ആരാധന. അന്തരീക്ഷത്തെ മാറ്റുന്ന ആരാധന. ഡീപ് റൂട്ടഡ് പ്രോബ്ലംസ്, കാലങ്ങളായി കൊല്ലങ്ങളായി തകർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഡീപ് റൂട്ടഡായി നിൽക്കുന്ന ചില വേരുകളെ കത്തിച്ചു കളയുന്ന ശാപം ആദ്യം ഉരുക്കുന്നത് വേരിനെയാ. ശാപം ആദ്യം ഉണക്കുന്നത് വേരിനെയാ. ഇന്ന് പകൽ വേരിനെ ഉണക്കിക്കളഞ്ഞ ചില ശാപ കെട്ടുകള് പരിശുദ്ധ കാറ്റ അഭിവൃദ്ധി അനുഭവിക്കുവാൻ കഴിയാതെ, സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ, നന്മ അനുഭവിക്കുവാൻ കഴിയാതെ നിന്റെ വേരുണക്കി കളഞ്ഞ ചില ശാപക്കെട്ടുകളെ ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ ഇന്ന് ഈ ഡോറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ സൗഖ്യം നീ അനുഭവിക്കാൻ പോവാ. ഇന്ന് ഈ ഡോറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ ഉയർച്ച നീ അനുഭവിക്കാൻ പോവാ. ഇന്ന് ഈ ഡോറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിന്റെ സമാധാനം വെളിപ്പെടാൻ പോവാ. എല്ലാ ഉയർച്ചകളെയും സ്വർഗ്ഗം ഇടിക്കുക. എല്ലാ ഉയർച്ചകളെയും 1 കൊരിന്ത്യർ 10:4 എല്ലാ ഉയർച്ചകളെയും ഇടിക്കുന്ന ഒരു അഭിഷേകം. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ 2 തരം സ്വസ്ഥത. ഒന്ന്, രക്ഷിക്കപ്പെട്ടവർ അനുഭവിക്കുന്ന സ്വസ്ഥത. 2, സഭ യുദ്ധം ചെയ്ത് മേടിക്കുന്ന ഒരു സ്വസ്ഥത. ഇനി 3ാമത്തെ ഒരു സ്വസ്ഥതയുണ്ട്. എബ്രായർ 4:9 ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നുവല്ലോ. വെളിപ്പാട് പുസ്തകം 14:13 എഴുതി വെച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകം 14:13 വാക്യം എന്താ അവിടെ പറയുന്നത്? ഓ, ഞാൻ സ്വർഗത്തിലൊരു ശബ്ദം പറഞ്ഞു കേട്ടു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ വർത്തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാവും. ഒരു സ്വസ്ഥതയുണ്ട് കേട്ടോ. ഈ യുദ്ധമെല്ലാം കഴിഞ്ഞേച്ച് നിന്റെ പ്രയത്നങ്ങളെല്ലാം തീർന്ന് നിന്റെ കണ്ണീന്ന് ദൈവം കണ്ണീരെല്ലാം തുടച്ചു കളയുന്ന പൂർവ്വപിതാക്കൾ കാത്തിരുന്ന ദൂരവേ ദർശിച്ച ഭാഗ്യനാട്ടിൽ നീ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. സന്തോഷമുള്ളവരൊക്കെ കരമുയർത്തിപ്പിടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് എഴുതാനാ യോഹന്നാൻ വെളിപ്പാട് ആരംഭിച്ചത്. പക്ഷെ എഴുതി വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി സ്വർഗത്തിലുള്ളതെല്ലാം കൂടെ എഴുതി തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇല്ലാത്തത് എഴുതാൻ തുടങ്ങി. സ്വർഗത്തിൽ എന്തൊക്കെ ഇല്ല? അവിടെ കണ്ണീരില്ല, അവിടെ വേദനയില്ല, അവിടെ ദുഃഖമില്ല, അവിടെ വിലാപമില്ല, അവിടെ രാത്രിയില്ല, അവിടെ മരണമില്ല. ഒറ്റ ആരാധന, അന്തരീക്ഷത്തെ മാറ്റുന്ന ആരാധന, സ്വസ്ഥതയിലേക്ക് നിന്നെ തിരിക്കുന്ന ആരാധന. ഇന്ന് പകൽ ഈ പകൽ ആരാധനയുടെ ഭാഗമായി മാറുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ജീസസ് കണ്ണീരെല്ലാം തുടയ്ക്കുന്ന 300 വെള്ളിക്കാശ് വിലയുള്ളത് കർത്താവിൻ്റെ പാദപീഠത്തിൽ പൊട്ടിച്ചൊടിക്കുമ്പോൾ ലോകം പറയുക അത് വേസ്റ്റാണ്. പക്ഷെ കർത്താവ് പറയാ അത് വേസ്റ്റ് അല്ല, അതാണ് വർഷിപ്പ്. നിന്റെ ആരാധന ലോകത്തിനൊരു വേസ്റ്റ്, പക്ഷെ എൻ്റെ കർത്താവിനത് വർഷിപ്പ്. ദൈവസാന്നിധ്യത്തോട് പ്രതികരിക്കാൻ എത്ര പേർക്ക് കഴിയും? ആത്മാവുമായിട്ടുള്ളവരെ എൻകൗണ്ടറിലേക്ക് എത്ര പേർ എത്തപ്പെടും? ഹൃദയം തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നു?
ദൈവം അനുവദിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ മെസ്സേജ് എന്നെ തൊട്ട്, എന്നോടാണ് ദൈവം സംസാരിച്ചത്. എൻ്റെ ആരാധനയ്ക്കൊരു റിസൾട്ട് വേണം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു റിസൾട്ട് കർത്താവിൽ നിന്ന് അനുഭവിക്കണം. കൊതിയുള്ളവരെല്ലാം കര ഉയർത്തിപ്പിടിച്ച് ദൈവം നിങ്ങളെ ഒരു റിസൾട്ടിലേക്ക് നയിക്കുക. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഒരു റിസൾട്ടിലേക്ക് നയിക്കുക. ദൈവം നിങ്ങളുടെ തലമുറകളെ ഒരു റിസൾട്ടിലേക്ക് നയിക്കുക. നിങ്ങളുടെ ജീവിതം ഫലകരമായി മാറാൻ പോവുക. നിങ്ങളുടെ ജീവിതം ഹിതകരമായി മാറാൻ പോവുക. കർത്താവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവം അനുവദിക്കുന്ന ഒരു സ്വസ്ഥത, ദൈവം ഒരുക്കുന്ന ഒരു സ്വസ്ഥത ഇവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.